ഹായ് അസ്സലാമലൈക്കും. അജിതാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചെങ്കിൽ ഞാൻ പ്രസവിച്ചവർക്കും അതുപോലെ തന്നെ നമുക്ക് വലിയവർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ പച്ചപ്പയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 kg പച്ചപ്പയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത്. പ്രസവിച്ച സ്ത്രീകൾക്കില്ലേ ഇത് യൂസ്ഫുൾ എന്ന് പറഞ്ഞതിൻ്റെ കാരണമെന്നല്ലെങ്കിൽ കുഞ്ഞിന് പാല് നല്ല പോലെ കിട്ടാനും അതുപോലെ തന്നെ ഇല്ലേ നമുക്ക് എന്താ പറയുക ശരീരത്തിന് നല്ല ഗ്ലോ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും മരുന്നൊക്കെ കഴിക്കുമ്പം വയറ് ഇങ്ങനെ ചൂടായിട്ട് പോകുന്നില്ലേ, അപ്പോൾ അതിനും വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ പച്ചപ്പയർ കഴുകിയിട്ട് അതിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ട് ഒരു പച്ചമുളക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിലോളം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്നും കുറച്ച് എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ആ ബൗളിന് അനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിൽ ഇത്രയും വേവിച്ച പച്ചപ്പയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചപ്പയറിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ബൗള് പച്ചപ്പയർ, പിന്നെ 2 ചക്കര ഓലച്ചക്കരയില്ലേ അപ്പോൾ അതെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും പിന്നെ മെയിനായിട്ട് വേണ്ടത് നെയ്യാണ്. അപ്പോൾ മിൽമ ഗീ എടുത്താൽ നല്ലതാണ്. അപ്പോൾ എനിക്ക് പ്രസവിച്ചിട്ടാകുമ്പം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ റെസിപ്പിയിൽ നിങ്ങൾക്കെല്ലാം ഷെയർ ആക്കുന്നത്. അപ്പോൾ ഓലച്ചക്കരയാണ്, അത് ഓലച്ചക്കര തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബൗളിൽ പച്ചപ്പയർ എടുത്തിട്ടുള്ള പച്ചപ്പയർ ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് വരും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി, ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഈ തേങ്ങാവും പച്ചപ്പയറെല്ലാം നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് വരണം. തിളച്ചിട്ടില്ലെങ്കിൽ പച്ചപ്പയർ നല്ലപോലെ തിളക്കുമ്പോൾ ഇതിട്ടില്ലേ, അപ്പോൾ തേങ്ങയിൽ നല്ല പോലെ മിക്സായിട്ട് വരണം. ആ ഒരു മിക്സാക്കിയതിന് ശേഷം ഞാൻ ഓലച്ചക്കരയില്ലേ അപ്പോൾ അത് 2 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഓലച്ചക്കര ഇത്രയും പച്ചപ്പയറിന് മസ്റ്റായിട്ടും വേണം. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണോ, അത്ര ടേസ്റ്റാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് പിന്നെ പറയുന്ന വലിയവർക്കും മുതിർന്നവർക്കും പ്രസവിച്ചവർക്കും ആർക്കും കഴിക്കാം, അത്ര ടേസ്റ്റാണ്. പിന്നെ എന്താ പറയുന്നത് നമുക്ക് തടി കൂടുമെന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട, ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ഇനി ഞാൻ നല്ല പോലെ ഈ ചക്കരയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അലിയിച്ചെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടായിട്ട് ഞാൻ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നു. പശുവിൻ നെയ്യ് ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലത്. എന്നിട്ട് നല്ല പോലെ ഇങ്ങനെ എന്താ പറയുന്നത് കൈവിടാണ്ട് ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ചക്കരയും നെയ്യും തേങ്ങയും പച്ചപ്പയർ എല്ലാം കൂടി മൊത്തത്തിൽ മിക്സ് ആയിട്ടാകുമ്പം തീ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് പേര് എന്തിടണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ എനിക്ക് പ്രസവിച്ചപ്പം എൻ്റെ ഇത്ത ഉണ്ടാക്കി തന്ന ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ മറ്റേ ചാനലും കൂടി സപ്പോർട്ട് ചെയ്യണേ, ഫാസ്റ്റ് കുക്ക് ആൻഡ് വ്ളോഗ്.